നമസ്കാരം. മുഖ്യമന്ത്രി പറഞ്ഞ സ്ത്രീ ലംബട പരാമർശം വലിയ ചർച്ചയായി കോൺഗ്രസിൽ. അല്ല, അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചതിൽ വലിയ തെറ്റ് പറയാനില്ല. പക്ഷേ CPM-ലെ സ്ത്രീ ലംബടന്മാരെ കുറിച്ച് DNA നേരത്തെ ഒരു വാർത്ത നൽകിയിരുന്നു. അതിൽ ചില പേരുകൾ പറയാൻ വിട്ടുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് PT കുഞ്ഞുമുഹമ്മദിന്റെ പേരാണ് വിട്ടുപോയത്. ഒപ്പം മുകേഷിന്റെ പേരും വിട്ടുപോയി. അത് ഓർത്തതാണ്. പക്ഷേ ആ പറഞ്ഞ ഒഴുക്കിൽ ഈ രണ്ട് പേരുകൾ വിട്ടുപോയി. ബാക്കി PK ശശി, P ശശി, ഗോപി കോട്ടമുറിക്കല് ഒക്കെ അതിന്റെ താളത്തിന് വന്നു. അപ്പം ഇത്തരം സ്ത്രീ പീഡകന്മാരൊക്കെ തന്നെ ധാരാളം CPM-ലും ഉണ്ട് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് PT കുഞ്ഞുമുഹമ്മദിനെ കുറിച്ച് തന്നെയാണ്. എത്ര ദിവസം കഴിഞ്ഞാണ് പരാതി കൊടുത്തിട്ട് ഇയാൾക്കെതിരെ കേസെടുത്തത്? ഇയാള് വലിയ ബുദ്ധിജീവി ആയതുകൊണ്ടും എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനും മുൻ CPM MLA-യും ഒക്കെ ആയതുകൊണ്ട് ഇയാളെ അങ്ങ് കുറച്ച് കഴിയുമ്പം ആ പെൺകുട്ടി പിന്നെ ഫോളോ അപ്പ് ഒന്നും നടത്തില്ല എന്ന് വിചാരിച്ച് അങ്ങ് ഊരിവിട്ടതാണോ? പല പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി, പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്തു, വിവരങ്ങൾ അന്വേഷിച്ച ശേഷമാണ് വളരെ ദുർബലമായ രീതിയിലെങ്കിലും ഒരു FIR ഈ PT കുഞ്ഞുമുഹമ്മദ് എന്ന CPM നേതാവിനെതിരെ എടുത്തത്. IFFK-യുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനിടെ മോശമായി പെരുമാറുകയും കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള പരാതിയാണ്. പരാതിയെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തൊക്കെയായാലും ഇയാളൊരു ജൂറി അംഗമായതുകൊണ്ട്, ഈ പെൺകുട്ടി ഒരു ചലച്ചിത്ര പ്രവർത്തക ആയതുകൊണ്ട് എന്തെങ്കിലും അവാർഡുമായി ബന്ധപ്പെട്ട് നിനക്ക് അവാർഡ് തരാം എന്നോ മറ്റോ പറഞ്ഞാണ് ഇയാൾ ചിലപ്പോൾ കയറി പിടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഒപ്പം ദിലീപ് വിഷയവും ഒക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത മുങ്ങിപ്പോയി. പൂർണ്ണമായി മുങ്ങിയില്ല, എന്നാലും മുങ്ങിത്താണു തുടങ്ങി. ഈ CPM-കാരുടെ സഖാക്കളുടെയൊക്കെ ഒരു വിചാരം, നിങ്ങൾ സഖാവായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, MLA ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും സെക്രട്ടേറിയറ്റ് സ്ഥാനമോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ, MLA ആയാൽ, അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ജൂറി ചെയർമാൻ സ്ഥാനം കിട്ടിയാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി മികച്ച പദവി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തെണ്ടിത്തരവും കാണിക്കാം എന്നുള്ളതാണ്. ഈ PT കുഞ്ഞുമുഹമ്മദ് എന്ന കളവനും ഇത് തന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ഇയാൾക്കൊക്കെ നാണവും മാനവും. ഇയാളൊക്കെ ഒരു മനുഷ്യനാണ്. ഇയാളുടെ പൂർവ്വകാല ചരിത്രം അന്വേഷിച്ചാൽ ഇയാൾ എത്ര പെണ്ണുങ്ങളെ കയറി പിടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അയാൾക്കെതിരെ പരാതി നൽകാൻ ആരും ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെ രക്ഷപ്പെടുന്നതാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ മീറ്റു ആരോപണമൊക്കെ പിന്നീട് ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഒരു ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. കമ്മിറ്റി എവിടെ പോയി? പെൺകുട്ടികളും അഭിനേതാക്കളും ഒന്നും പരാതി പറയാൻ തയ്യാറാവില്ല. കാരണം അവർക്കല്ലെങ്കിൽ അടുത്ത പടം കിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത പടത്തിൽ പണം കിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഈ കരിയർ നശിപ്പിക്കും. എന്ത് തോന്നിയാസവും കാണിക്കാം. ചില ചലച്ചിത്ര സംവിധായകർക്കും പ്രവർത്തകർക്കും ഇതുപോലെയുള്ള ചില ജൂറി അംഗങ്ങൾക്കും ഒക്കെ തന്നെ എന്ത് തെണ്ടിത്തരവും കാണിക്കാം. ആരും ഒന്നും പറയില്ല, പരാതി പറയില്ല. അത് ചലച്ചിത്ര പ്രവർത്തകരായാലും അല്ലാത്തവരായാലും അവരോടൊക്കെ ആരാധനയാണ്, ഇവന്മാരോടൊക്കെ ആരാധനയാണ്. എന്തായാലും ഈ പെൺകുട്ടി, ഈ ചലച്ചിത്ര പ്രവർത്തകയായ പെൺകുട്ടി സധൈര്യം മുന്നോട്ട് വരാനും പരാതി പറയാനും കാണിച്ച മനസ്സ് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. സമൂഹത്തിന് ഇതാണ് വേണ്ടത്. സ്ത്രീ സമൂഹത്തെ, സത്യം പറഞ്ഞാൽ പലപ്പോഴും സ്ത്രീ സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ മറ്റുള്ളവന്മാർക്ക്, ഈ കാട്ടാളന്മാർക്ക്, വേട്ടക്കാർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ PT കുഞ്ഞുമുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ സ്ത്രീകൾ കാണും. നിർമ്മലനായ മനുഷ്യൻ, ബുദ്ധിജീവി, ജൂറി അംഗം, ചലച്ചിത്ര പ്രവർത്തകൻ, എഴുത്തുകാരൻ, പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയക്കാരൻ, MLA, പലരും കാണും. പല സ്ത്രീകൾ തന്നെ കാണും. അവരെയൊക്കെ ചെവിക്കലിനടിക്കുകയല്ലേ വേണ്ടത്? പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ട് 4 ചാമ്പണം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ, ഈ ഞരമ്പ് രോഗികളെയൊക്കെ. എന്തായാലും അവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണമൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും പരാതി കൊടുത്തു, അത് അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ധൈര്യസമേതം പരാതി കൊടുത്തു, കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു. അന്വേഷണം അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. പിന്നെ CPM-കാരനായ MLA ആണ്, CPM-കാരനായ സാംസ്കാരിക നായകനാണ്. സാംസ്കാരിക നായ എന്ന് വിളിക്കുന്നതാണ് കറക്റ്റ്. അപ്പൊ പിന്നെ എന്ത് തെണ്ടിത്തരവും ചെറ്റത്തരവും എവിടെ വെച്ച് മാർക്ക് നേരി കാണിക്കാം, കുഴപ്പമൊന്നും.